സൂംബ വിവാദത്തിൽ മതസംഘടനകളെ വീണ്ടും വിമർശിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ന്യൂനപക്ഷ അവകാശങ്ങളുടെ പേരിൽ അതിരുകൾ ലംഘിക്കരുത്. പദ്ധതിയിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല. മതം പറഞ്ഞ് നല്ല പ്രവൃത്തികൾക്ക് തടസ്സം നിൽക്കരുതെന്നും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ മന്ത്രി വി ശിവൻകുട്ടി. സ്കൂളുകളിലെ സൂംബ വിവാദത്തിൽ മുസ്ലിം സംഘടനകൾ എതിർപ്പ് ഘടിപ്പിക്കവേ നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോട് ഇന്നത് ചെയ്യണമെന്ന് ആജ്ഞാപിക്കാൻ വന്നാൽ അത് നടപ്പാകില്ലെന്നും ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ മന്ത്രി വി ശിവൻകുട്ടി. ഇതൊക്കെ സംസാരിക്കാൻ ഈ സംഘടനകളെ ആര് ചുമതലപ്പെടുത്തിയെന്നും മന്ത്രിയുടെ ചോദ്യം. ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളോട് ആലോചിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂന്ന്, അത് ഞങ്ങൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിക്കപ്പെടാൻ വേണ്ടി കഴിയില്ലല്ലോ ഒരിക്കലും. എന്തെങ്കിലും ഒരു ന്യായമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉന്നയിക്കാം. പക്ഷേ ഒരു ഗവൺമെൻറ് തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനോട് ആജ്ഞാപിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ ആജ്ഞ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. സൂംബയുമായി മുന്നോട്ട് പോകും. തെറ്റിദ്ധാരണയാണെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കും. രാഷ്ട്രീയമാണെങ്കിൽ അങ്ങനെ നേരിടുമെന്നും എന്തിനും വിവാദമുണ്ടാക്കുന്ന നില ശരിയല്ലെന്നും മന്ത്രി. ഏതിനും എന്തിനും ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സ്കൂളുകളിൽ എന്തൊക്കെ ചെയ്യണമെന്ന തീരുമാനമെടുക്കാൻ ഇവിടെ വിദ്യാഭ്യാസ വകുപ്പുണ്ട്. പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ തീരുമാനിക്കാൻ NCERTയും SCERTയും ഒക്കെയുണ്ട്. മറ്റാരെയും ഒന്നിനും ചുമതലപ്പെടുത്തിയിട്ടില്ല. സ്പോർട്സ് ആയിരുന്നാലും ആർട്സ് ആയിരുന്നാലും അക്കാഡമിക് ആയിരുന്നാലും എന്ത് സിലബസ് നിശ്ചയിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഇവിടെ NCERT ഉണ്ട്, പിന്നെ കേന്ദ്രത്തിൽ സംസ്ഥാനത്ത് SCERT ഉണ്ട്, അതുപോലെ തന്നെ സ്പോർട്സ് അതോറിറ്റി ഉണ്ട്. അതല്ലാതെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഗവൺമെൻറ് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.